ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6, ഇത്തിരി ശക്തി ഒത്തിരി ജോലി. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്ന പരമുചേട്ടൻ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെല്ലാമാണ് സാധാരണ തേങ്ങ പൊളിക്കാറുള്ളത്? മഴ ഉപയോഗിച്ചാണോ, വെട്ടുകത്തി ഉപയോഗിച്ചാണോ, അതോ തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ചാണോ? ഇവയിൽ ഏതു രീതിയാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ചാണല്ലേ. കാരണം എന്താണ്? തേങ്ങ പൊളിക്കുന്ന ഉപകരണമുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ തേങ്ങ പൊളിക്കാൻ സാധിക്കും. ജോലി എളുപ്പമാക്കുന്നത് കൊണ്ടാണ് തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് തേങ്ങ പൊളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ജോലി എളുപ്പമാക്കുന്നു. ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. നമ്മുടെ വീട്ടിൽ വേറെയും ചില ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ചില ലഘുയന്ത്രങ്ങളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചുറ്റിക, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, പ്ലക്കർ, പാക്കുവെട്ടി, കത്തി, നാരങ്ങാഞ്ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, കത്രിക, കപ്പി അഥവാ പുള്ളി, വീൽ ബാരോ. ഇവ ഏതെല്ലാം ജോലികളാണ് എളുപ്പമാക്കുന്നതെന്നറിയാമോ? ചുറ്റിക എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആണി ഇളക്കാനാണ്. സ്പാനറോ? നട്ട് ബോൾട്ടുകൾ മുറുക്കുന്നതിന് അഴിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെയോ സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൂ അഴിക്കുന്നതിനും മുറുക്കുന്നതിനുമാണ്. പിന്നെ ഏതാണുള്ളത്? പ്ലക്കറാണുള്ളത്. ഫോർസെപ്സ് എന്ന് പറയും. വസ്തുക്കൾ എടുക്കാനായി ഉപയോഗിക്കുന്നതാണ്. അടുത്തതേതാണ്? അടയ്ക്കാവെട്ടി അഥവാ പാക്കുവെട്ടി. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അടയ്ക്ക വെട്ടുന്നതിനാണ്. കത്തി. കത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പച്ചക്കറികൾ മുറിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്നു. നാരങ്ങാഞ്ഞെക്കി, നാരങ്ങ പിഴിയുന്നതിന്. ബോട്ടിൽ ഓപ്പണറോ? ബോട്ടിലിന്റെ അടപ്പ് തുറക്കാൻ ഉപയോഗിക്കുന്നതാണ്. കത്രികയോ? കൂട്ടുകാർക്കറിയാമല്ലേ, കടലാസും തുണിയുമൊക്കെ മുറിക്കുന്നതിന് കത്രിക ഉപയോഗിക്കുന്നു. കപ്പി അഥവാ പുള്ളി എന്തിനാണ്? ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താനാണ് കപ്പി അഥവാ പുള്ളി ഉപയോഗിക്കുന്നത്. അടുത്തത് വീൽ ബാരോ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. ഇവയെല്ലാം ലഘുയന്ത്രങ്ങളാണ്. നമ്മുടെ ഊർജം ഉപയോഗിച്ച് ജോലി എളുപ്പമാക്കി തരുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. കഠിനമായ ജോലികളെ എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉത്തോലകങ്ങളെ കുറിച്ചാണ്. ഉത്തോലകങ്ങൾ അഥവാ ലിവേഴ്സ്. ചിത്രം നോക്കൂ. സീസോയിൽ ആടുന്ന കുട്ടികളുടെ ചിത്രം. ഒന്നാമത്തെ ചിത്രത്തിൽ ആദ്യം ഇരിക്കുന്നത് ഭാരം കൂടിയ ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടിയോ ഭാരം കുറവുള്ള കുട്ടിയാണ്. ഒന്നാമത്തെ സീസോയിൽ വലിയ കുട്ടി നിഷ്പ്രയാസം ചെറിയ കുട്ടിയെ പൊക്കി നിർത്തിയിരിക്കുന്നു. രണ്ടാമത്തേതിലോ 2 കുട്ടികൾ തുലനം ചെയ്തു നിൽക്കുന്നു. ഏകദേശം ഒരേ ഭാരമുള്ള 2 കുട്ടികൾ. മൂന്നാമത്തെ സീസോയിൽ നോക്കൂ. ഒരു ചെറിയ കുട്ടി നിഷ്പ്രയാസം വലിയ കുട്ടിയെ ഉയർത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? വലിയ ഭാരങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ഡുകൾ
നാം ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ഡിനു കഴിയുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത്. സീസോ ചലിക്കാൻ ആധാരമായിരിക്കുന്നത് എന്താണ്? മധ്യത്തിലുള്ള കുറ്റിയാണ് സീസോ ചലിക്കാൻ ആധാരമായിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ചെറിയ കുട്ടി എങ്ങനെയാണ് ആ വലിയ കുട്ടിയെ ഉയർത്തിയത്? ചെറിയ കുട്ടി ഇരിക്കുന്നത് കുറ്റിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ്. ചെറിയ കുട്ടിക്ക് വലിയ കുട്ടിയെ ഉയർത്താൻ ഒരു ബലം പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. മധ്യഭാഗത്തു നിന്ന് അകലെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ തന്നെ എതിർവശത്തുള്ള കുട്ടിയെ ഉയർത്താൻ സാധിക്കുന്നു. അടുത്തായിരുന്നു ആ കുട്ടി ഇരിക്കുന്നതെങ്കിലോ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധാരം, യത്നം, രോധം. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ പാരക്കോൽ ഒരു ഉത്തോലകമാണ്. ഉത്തോലകങ്ങളും ലഘുയന്ത്രങ്ങളാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഈ പാരക്കോൽ ഒരു ഉത്തോലകമാണ്. പാരക്കോൽ അതിനു താഴെ വച്ചിരിക്കുന്ന ആ ചെറിയ കല്ലിനെ ആധാരമാക്കിയാണ് ചലിക്കുന്നത്. അപ്പോഴാണ് ആ വലിയ കല്ല് ഉയർത്താൻ സാധിക്കുന്നത്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ധാരം എന്ന് വിളിക്കാം. ചിത്രത്തിൽ ധാരം ഏതാണ്? ചെറിയ കല്ലാണ് ധാരം. എവിടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്? പാരക്കോലിന്റെ ഏറ്റവും അറ്റത്തായാണ് ബലം പ്രയോഗിക്കുന്നത്. ബലം പ്രയോഗിച്ച് ഉയർത്തേണ്ട ഭാരം എവിടെയാണ് വെച്ചിരിക്കുന്നത്? മറുവശത്ത് ഏറ്റവും അറ്റത്തായാണ് വച്ചിരിക്കുന്നത്. നാം പ്രയോഗിക്കുന്ന ബലത്തെയാണ് യത്നം അഥവാ എഫേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രയോഗിക്കുന്ന ബലം യത്നമാണ്. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് രോധം. നമ്മൾ പ്രയോഗിക്കുന്നത് യത്നം, വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്നത് രോധം. ധാരം എന്താണ്? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ഏതാണോ അതാണ് ധാരം. ഇവിടെ ചെറിയ കല്ലാണ് ധാരം. കൂട്ടുകാരെല്ലാവരും കത്രിക കണ്ടിട്ടില്ലേ? കത്രികയിൽ ഒരു ധാരത്തെ ആധാരമാക്കി രണ്ട് ദൃഢദണ്ഡുകൾ ചലിക്കുന്നുണ്ട്. നാം ഉപയോഗിക്കുന്ന പല ഉത്തോലകങ്ങളിലും ഇതുപോലെ ഒന്നിൽ കൂടുതൽ ദൃഢദണ്ഡുകൾ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ ഉത്തോലകങ്ങളുടെയും ആധാരബിന്ദു രോധത്തിനും യത്നത്തിനും ഇടയിൽ തന്നെയാണോ? പാരക്കോൽ ഉപയോഗിച്ച് വലിയ കല്ല് ഉയർത്തുമ്പോൾ ധാരം മധ്യത്തിലാണ് വരുന്നത്. യത്നം നാം പ്രയോഗിക്കുന്ന ബലമാണ്. രോധം വലിയ കല്ലിന്റെ ഭാരമാണ്. ധാരം മധ്യത്തിൽ വരുന്നു. അതുപോലെ തന്നെയാണോ എല്ലാ ഉത്തോലകങ്ങളിലും വരുന്നത്? അല്ല. ചില ഉത്തോലകങ്ങളിൽ രോധവും മറ്റു ചിലതിൽ യത്നവും മധ്യത്തിൽ വരുന്നുണ്ട്. തന്നിട്ടുള്ള ഉത്തോലകങ്ങളിലെ ധാരം, രോധം, യത്നം എന്നിവ ചിത്രത്തിൽ അടയാളപ്പെടുത്തുക. സ്റ്റാപ്ലർ. സ്റ്റാപ്ലറിന്റെ ധാരം എവിടെയാണ് വരുന്നത്? ഈ ഭാഗത്താണ്. രോധം ഇവിടെയാണ്. യത്നമോ ഇവിടെയാണ്. ചവണ. ചവണയുടെ ധാരം എവിടെയാണ്? അതെ, ഇവിടെയാണ്. യത്നമോ മധ്യഭാഗത്താണ്. രോധം ഇവിടെയാണ്. അടുത്തത് കട്ടിംഗ് പ്ലെയർ. എവിടെയാണ്? യത്നം പ്രയോഗിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ധാരമോ മധ്യത്തിലാണ്. രോധമോ ഇവിടെയാണ്. കത്രിക. കത്രികയുടെ മധ്യത്തിലാണ് ധാരം. പാക്കുവെട്ടി. എവിടെയാണ് ധാരം? ഇവിടെയാണ്. നാരങ്ങാഞ്ഞെക്കി. ധാരം എവിടെയാണ്? ഇവിടെയാണ്. സീസോയുടെയും കത്രികയുടെയും പ്ലെയറിന്റെയും മധ്യത്തിൽ വരുന്നത് ധാരമാണ്.
മധ്യത്തിൽ രോധം വരുന്നത് ഏതൊക്കെയാണ്? നാരങ്ങ ഞെക്കി, സോഡ ഓപ്പണർ, പാക്കുവെട്ടി, ഇവയുടെ എല്ലാം മധ്യത്തിലാണ് രോധം വരുന്നത്. യത്നം മധ്യത്തിൽ വരുന്നതോ? ഫോർസെപ്സ് അഥവാ ചവണ. സ്പൂണും ഒരു ഉത്തോലകം. തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. സ്പൂണിൽ എവിടെ പിടിക്കുമ്പോഴാണ് ടിന്നിന്റെ അടപ്പ് എളുപ്പത്തിൽ തുറക്കാനാവുക? ചിത്രങ്ങൾ നോക്കൂ. കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത്? മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിടിക്കുമ്പോഴാണ് അടപ്പ് എളുപ്പത്തിൽ തുറക്കാനാവുക. ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. സ്പൂൺ കേവലം ഒരു അടുക്കള ഉപകരണമാണ്. എന്നാൽ ഒരു ടിന്നിന്റെ അടപ്പ് തുറക്കുമ്പോൾ സ്പൂണും ഒരു ഉത്തോലകമായി മാറുന്നു. നിത്യജീവിതത്തിൽ ഇതുപോലെ പല വസ്തുക്കളെയും നാം ഉത്തോലകങ്ങളായി ഉപയോഗിക്കാറുണ്ട്. വെള്ളം കോരാനും ലഘുയന്ത്രം. തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. ഏതു രീതിയിൽ വെള്ളം കോരുന്നതാണ് കൂടുതൽ എളുപ്പം? കപ്പി ഉപയോഗിച്ച് കോരുന്നതാണല്ലേ. കപ്പി പ്രവൃത്തി എളുപ്പമാക്കുന്നത് എങ്ങനെയാണ്? കപ്പി ചലിക്കുന്നത് കൊണ്ടാണ് പ്രവൃത്തി എളുപ്പമാകുന്നത്. ബക്കറ്റ് ഉയർത്താൻ രണ്ടു സന്ദർഭങ്ങളിലും നാം എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ. കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുന്നത് ബലം പ്രയോഗിക്കുന്നത് താഴേക്കാണ്. രണ്ടാമത്തെ ചിത്രത്തിലോ ബലം പ്രയോഗിക്കുന്നത് മുകളിലേക്കാണ്. ബലം പ്രയോഗിക്കുന്നതിന്റെ ദിശാമാറ്റം നമുക്ക് എങ്ങനെ സൗകര്യപ്രദമാകുന്നു? ജോലി എളുപ്പമാക്കുന്നു. ഉത്തോലകം, കപ്പി എന്നിവ ലഘുയന്ത്രങ്ങളാണ്. ഇതുപോലെ ഒട്ടനേകം ലഘുയന്ത്രങ്ങൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചക്രവും ദണ്ഡും. ചക്രങ്ങളുടെ കണ്ടെത്തൽ മാനവ പുരോഗതിയുടെ ചരിത്രത്തിലെ ഒരു കുതിച്ചുചാട്ടമാണ്. ചക്രങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും ചക്രങ്ങൾ നൽകുന്ന സേവനം വളരെ വലുതാണ്. വീൽ ബാരോയുടെ ചിത്രം നോക്കൂ. ഭാരമേറിയ വസ്തുക്കളുടെ സ്ഥാനം മാറ്റാൻ ഇതിന്റെ ചക്രമാണ് സഹായിക്കുന്നത്. ഒരു ദണ്ഡിനെ ആധാരമാക്കിയാണ് വീൽ ബാരോയുടെ ചക്രം തിരിയുന്നത്. വാഹനങ്ങളുടെ ചക്രങ്ങൾ ജോലി എളുപ്പമാക്കാൻ എപ്രകാരമാണ് പ്രയോജനപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ? ഒരു ദണ്ഡിനെ ആധാരമാക്കി ചക്രങ്ങൾ തിരിയുമ്പോഴാണ് നമ്മുടെ ജോലികൾ എളുപ്പമാവുന്നത്. കൈവണ്ടി വലിക്കുന്ന ചിത്രം നോക്കൂ. രണ്ടു ചക്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ദണ്ഡ് കൂടി ഇവിടെയുണ്ട്. ഈ സംവിധാനമാണ് ദണ്ഡും ചക്രവും. ദണ്ഡും ചക്രവും ചേർന്ന സംവിധാനം കൈവണ്ടിയെ എങ്ങനെയാണ് ഭാരം വഹിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? ദണ്ഡ് കൊണ്ട് ചക്രത്തെ യോജിപ്പിച്ചിട്ടുള്ളതിനാൽ ഒരേ ദിശയിലേക്ക് ഒരുപോലെ ചക്രങ്ങൾ തിരിയുന്നു. ചരിവുതലം. ചിത്രം ശ്രദ്ധിക്കൂ. ലോറിയിലേക്ക് തടികൾ കയറ്റുന്ന ചിത്രമാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ചരിച്ചു വച്ച തടികളിലൂടെയാണ് അവർ അവരുടെ ജോലി എളുപ്പമാക്കുന്നത്. എങ്ങനെയാണ് ചരിവുതലം ജോലി എളുപ്പമാക്കുന്നത്? പുസ്തകങ്ങൾ നിറച്ച ഒരു ബാഗ് കയർ ഉപയോഗിച്ച് കുത്തനെ പൊക്കി നോക്കുക. അതേ ബാഗ് ചരിച്ചു വച്ച പലകയിലൂടെ ഉയർത്തി നോക്കുക. ഏതാണ് കൂടുതൽ എളുപ്പമായി തോന്നുക? ചരിച്ചു വച്ച പലകയിലൂടെ ഉയർത്തുന്നതാണ്. കുത്തനെയുള്ള പലകയിലൂടെ ഉയർത്തുമ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അത്രയും വേണോ ചരിച്ചു വെച്ച പ്രതലത്തിൽ കൂടെ ഉയർത്തുമ്പോൾ? വേണ്ട. കാരണം എന്താണ്? ചരിവുതലം നമ്മുടെ ജോലി എങ്ങനെയാണ് ലഘൂകരിക്കുന്നത്? വസ്തുവിന്റെ ഭാരത്തെ ചരിവുതലം താങ്ങുന്നു. ഇത് പ്രയോഗിക്കേണ്ട ബലത്തെ കുറച്ചു തരുന്നു. ജോലി എളുപ്പമാക്കുന്നു. എന്താണ് ചെയ്യുന്നത്? വസ്തുവിന്റെ ഭാരത്തെ ചരിവുതലം താങ്ങുന്നു. ചരിവുതലത്തിന്റെ നീളം കൂടുമ്പോൾ ജോലി കൂടുതൽ എളുപ്പമാക്കുന്നു. മരപ്പണിക്കാർ ഉപയോഗപ്പെടുത്തുന്ന ആപ്പ് ചരിവുതലത്തിന്റെ വകഭേദമാണ്. ആണി അനായാസം ചുമരിലടിച്ചു കയറ്റാൻ സാധിക്കുന്നത് അതിന്റെ അഗ്രഭാഗത്ത്
ചരിവുതലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കൂർപ്പില്ലാത്ത ആണി ചുമരിൽ അടിച്ചു കയറ്റാൻ പ്രയാസമാകുന്നത് എന്തുകൊണ്ടാണ്? ചരിവുതലം കുറവായതുകൊണ്ട്. ചെറിയ ലഘുയന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ചില ഉപകരണങ്ങളും നാം നിത്യേന ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ്? നെയിൽ കട്ടർ, സൈക്കിൾ, തയ്യൽ മെഷീൻ എന്നിവ അതിനുദാഹരണമാണ്. ചെറിയ ലഘുയന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് നെയിൽ കട്ടറും സൈക്കിളും തയ്യൽ മെഷീനുമെല്ലാം. തന്നിട്ടുള്ള ചിത്രം നോക്കൂ. നാം പരിചയപ്പെട്ട ഏതു ലഘുയന്ത്രത്തിന്റെ തത്വമാണ് റാമ്പിൽ ഉപയോഗപ്പെടുത്തുന്നത്? ചരിവുതലം. ചരിവുതലം ജോലി എളുപ്പമാക്കുന്നു. ചലനവൈഷമ്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ റാമ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്. തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. രണ്ടു സന്ദർഭങ്ങളിലും വ്യത്യസ്ത ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കട്ടിള മുറുക്കുന്നതിനും വിറക് കീറുന്നതിനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ആപ്പിൽ ഇതിനായി ഒരു ചരിവുതലവും രണ്ടാമത്തേതിൽ 2 ചരിവുതലങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടു സന്ദർഭങ്ങളിലും ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള സൗകര്യങ്ങൾ ചർച്ച ചെയ്യുക. ഒരു വശം ചരിവുതലമുള്ള ആപ്പിന്റെ ഉപയോഗം എന്താണ്? ചരിവുള്ള വശം എളുപ്പത്തിൽ അടിച്ചു കയറ്റാൻ സഹായിക്കുന്നു. ചരിവില്ലാത്ത കനമുള്ള വശം ഇളകിപ്പോരാതിരിക്കാൻ സഹായിക്കുന്നു. അത് വസ്തുക്കളെ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടു വശവും ചരിവുതലമുള്ള ആപ്പിന്റെ ഉപയോഗം എന്താണ്? അത് എളുപ്പത്തിൽ അടിച്ചു കയറ്റാനും ഊരിയെടുക്കാനും സഹായിക്കുന്നു. അത് തടിയെ എളുപ്പം പൊളിക്കാൻ സഹായിക്കുന്നു. ആപ്പ് എന്നത് ത്രികോണാകൃതിയിലുള്ള ഒരു കൊണ്ടു നടക്കാവുന്ന ചരിവുതലമാണ്. ഇതൊരു ലഘുയന്ത്രമാണ്. ഇത് 2 വസ്തുക്കളെ വേർതിരിക്കുകയോ ഒരു വസ്തുവിന്റെ ഒരു ഭാഗം വേർതിരിക്കുകയോ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. കൂടാതെ ഒരു വസ്തുവിനെ ഉയർത്താനോ ഒരു വസ്തുവിനെ യഥാർത്ഥ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുവാനോ ഉപയോഗിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.